CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ കോൺഗ്രസ് വേദിയിലെത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒപ്പമാണ് അദ്ദേഹം വേദി പങ്കിടുക. CPMലെ പ്രായപരിധി വിഷയത്തിൽ സുധാകരൻ തന്റെ അതൃപ്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് വേദിയിൽ സുധാകരൻ എത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത്. ഉമേഷ്, സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു വേദിയാണ്, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കാം. മാത്രമല്ല CPM നേതാവായ സി ദിവാകരനും അവിടെ എത്തുന്നു എന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN അങ്ങനെ വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ ജി സുധാകരൻ അത്തരത്തിൽ KPCC നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് നേരിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ജി സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ചില വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പരസ്യമായി പറഞ്ഞ ആളാണ്. KV തോമസിനെതിരെ അടക്കം നിലപാടുകൾ പറഞ്ഞതാണ്. പ്രായപരിധിയിൽ ചിലർ ഇപ്പോഴും പ്രായം മറച്ചുവെച്ച് സംസ്ഥാന സമിതിയിലടക്കം പാർട്ടി ഘടകങ്ങളിൽ തുടരുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ച ആളാണ്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഔദ്യോഗിക ചുമതലകളെല്ലാം ഒഴിഞ്ഞ ജി സുധാകരൻ പല വിഷയങ്ങളിലും സർക്കാരിനെതിരെയും CPMനെതിരെയും നിലപാട് പരസ്യമാക്കിയ ആളാണ്. എന്തായാലും ആ സാഹചര്യത്തിൽ KPCC, അത് പോഷക സംഘടനയല്ല, KPCC നേരിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആശയ സംവാദമാണ്. പ്രത്യേകിച്ച് ഗാന്ധി ശിവഗിരിയിലെത്തുകയും ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയ ആശയ സംവാദത്തിൻ്റെ 100ാം വാർഷികമാണ്. രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദത്തിന് കൂടി വേദിയായ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളവർക്ക് ഒന്നിച്ചൊരു വേദിയിലെത്താം ഈ 100ാം വാർഷികം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ന്യായീകരണം. നേരത്തെ തന്നെ സി ദിവാകരൻ പല പരിപാടികളിലും KPCC നടത്തുന്ന പല പരിപാടികളിലും പങ്കെടുത്തിട്ടുമുണ്ട്. കാരണം ഏറ്റവും കഴിഞ്ഞ ദിവസം ജി കാർത്തികേയൻ അനുസ്മരണ യോഗത്തിലും സി ദിവാകരൻ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും അതോടൊപ്പം ജി സുധാകരൻ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം അർപ്പിക്കുന്നത്. പരിപാടി ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. മൊഴിയും വഴിയും ആശയം സാഗര സംഗമം എന്നതാണ് പരിപാടിയുടെ പേര് നൽകിയിരിക്കുന്നത്. SKN. താങ്ക് യു.